ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം സ്വന്തമാക്കാൻ ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, സന്യാസ സമൂഹ ജീവിതങ്ങളെ, സഭയെ, ലോകം മുഴുവനെയും, നമ്മൾ ഇടപെടുന്ന വ്യക്തിബന്ധങ്ങളെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങള്, ജോലി മേഖലകള്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകള്, ഓരോരുത്തരും സഞ്ചരിക്കുന്ന നമ്മുടെ ഭൂമി, നമ്മുടെ ഭവനം, സ്ഥാപക ജംഗമ ഉപകരണ സാമഗ്രികള് എല്ലാം ആശീർവദിക്കാനും അനുഗ്രഹിക്കുവാനും പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട കൊണ്ട് നമ്മളെ പൊതിയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനം 121 അധ്യായത്തില് നമ്മെ സഹായിക്കാൻ ആരുമില്ലാത്ത രോഗിയായി തകർന്നു കഴിയുമ്പോഴും ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിലും ഒക്കെ വചനം നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് വിശ്വാസത്തോടു കൂടി വചനം നമുക്ക് ആവർത്തിക്കാം, പ്രാർത്ഥിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഈ പ്രഭാതത്തിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് നമ്മളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.